സർ, എന്റെ കസിൻ +2 കഴിഞ്ഞു. അവൻ ഏവിയേഷൻ പഠിക്കണം എന്നാണ് ഇൻട്രസ്റ്റ്. അപ്പൊ അവനൊരു ആഡ് കണ്ടിരുന്നു. അതില് ബികോം പ്ലസ് ഏവിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ മാനേജ്മെന്റ് ഒരു കോഴ്സ് വരുന്നുണ്ട്. സർ, ഇപ്പൊ ഏതാണ് കറക്റ്റ് ചോയ്സ്? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും. അതായത് ഏവിയേഷൻ പോലൊരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് നമ്മൾ സൈഡായിട്ട് പഠിച്ചാൽ ഒരു ക്ലാരിറ്റി കിട്ടില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബികോം പ്ലസ് ഏവിയേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഫീൽഡാണ്, രണ്ടും ഡിഫറെന്റ് ഡയറക്ഷൻസ് ആണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് എന്തുണ്ടാവും? അവന്റെ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ആയിപ്പോകും. പിന്നെ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അതിന് ഇൻഡസ്ട്രിയിൽ വാല്യൂ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഡിപ്ലോമ കോഴ്സിന്റെ കാര്യമാണെങ്കിലോ സർ? 1 ഇയർ ഡിപ്ലോമയ്ക്ക് ക്വിക്ക് ആണ്, പക്ഷെ അതിന് ഡെപ്ത് ഭയങ്കര കുറവായിരിക്കും. ഏവിയേഷൻ ഒരു സീരിയസ് കരിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം കോഴ്സ് കൊണ്ട് മാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഇഫ് അവൻ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ തന്നെ മെയിൻ ഡിഗ്രി ആയിട്ട് പഠിക്കണം. നല്ല ഫോക്കസ് ഉണ്ടാവാനും നല്ല എക്സ്പോഷർ കിട്ടാനും പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു കരിയർ പാത്തിനും ഒക്കെ അത് തന്നെയാണ് ബെസ്റ്റ്. ഇന്ത്യയിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിൽ ഏവിയേഷൻ ഫോക്കസ്ഡ് ആയിട്ട് മാത്രമുള്ള ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്. റാൻഡം കോഴ്സിലേക്ക് ഏവിയേഷൻ ആഡ് ഓൺ ആയി പഠിക്കുന്നതിനേക്കാൾ ട്രസ്റ്റഡ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള കോളേജ് ഓപ്റ്റ് ചെയ്ത് റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചറിനും കരിയറിനും നല്ലത്. ഇതുപോലുള്ള ഡൗട്ട്സ് അവന് ഇനിയും ഉണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡേറ്റ്സിൽ കൊച്ചിയിലും കോഴിക്കോടുമായി നടക്കുന്ന കേരള ഏവിയേഷൻ എഡ്യൂ സബ്മിറ്റ് 2026 രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ മതി.